ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു കണവ തോരൻ ഉണ്ടാക്കാം. ഇപ്പം ഞാനാണ് ഉണ്ടാക്കുന്നത്. അമ്മ എൻ്റെ ഹെൽപ്പറാണ്. മിക്കവാറും ലാസ്റ്റ് അമ്മേനെ ഉണ്ടാക്കും. അമ്മ പോവാണ്. അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം. കണവ വെട്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം കണ്ടപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുറച്ചേ ഉള്ളൂ. ഇവിടെ കുറച്ച് പേരെ കഴിക്കത്തുള്ളൂ. ബാക്കി പകുതി പേര് കഴിക്കൂല. അവർക്കൊന്നും ഇഷ്ടമല്ല. യദുകൃഷ്ണയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇത് രണ്ടാമത്തെ ഹെൽപ്പറാണ്. പേര് പറയൂ. ഇത് ആതിരാജ്, ഇത് ജ്യോതികാജ്. ഞങ്ങൾ ഉള്ളി പൊളിക്കാണ് ഗൈസ്. ഉള്ളി പൊളിച്ചിട്ട് വരാം. ഉള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാചകത്തിലോട്ട് കടക്കാം ഗൈസ്. ഫസ്റ്റ് നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി കഴുകിയെടുത്തു. ഞങ്ങളുടെ വീട്ടിൽ പെൺപിള്ളേർ മാത്രമൊന്നുമല്ല കുക്ക് ചെയ്യുന്നത്. എൻ്റെ ചേട്ടൻ നന്നായിട്ട് ഉണ്ടാക്കും. അച്ഛൻ നന്നായിട്ട് ഉണ്ടാക്കത്തില്ലെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെൺപിള്ളേർക്ക് മാത്രം കയറാനുള്ള സ്ഥലമാണോ അടുക്കള? അല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് തോന്നിയാൽ മാത്രം ഞങ്ങൾ ചെയ്യും. അമ്മയാണ് ഓവറോൾ എല്ലാം ചെയ്യുന്നത്. അമ്മയാണ് ഇവിടെ എല്ലാം കള്ളത്തരാ. ഇവിടെ ഒരു വക ഇവള് ചെയ്യത്തില്ല. ഞാൻ ചെയ്യത്തില്ല. ഇവിടെ ആരും ചെയ്യത്തില്ല. അമ്മ തന്നെയാണ് ഇവിടെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത്. എല്ലാവരും സഹായിക്കുമെന്നേ ഞാൻ പറഞ്ഞോളൂ. അവർക്ക് മടികളൊക്കെ എണ്ണ കിട്ടി വരുന്നതിന് മുന്നേ ഉച്ച വരെയുള്ള സംഭവങ്ങളൊക്കെ അമ്മ റെഡിയാക്കി വെക്കും. പിന്നെ ഞാൻ ഇന്ന് രാവിലെ കാണാൻ, സത്യം പറയാം, കണവ ഞാൻ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് അമ്മ അവിടെ മുക്കാലും ചെയ്ത് വെച്ചിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ അമ്മ ചെയ്യല്ലേ, നമ്മൾ ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നാലേ അമ്മ ചെയ്യും. എനിക്ക് തേങ്ങയൊക്കെ തരുവാൻ നന്നായിട്ട് അറിയാവുന്നൊരു കുട്ടിയാണ് ഞാൻ തേങ്ങ തരുമ്പോൾ ഇന്ന് നിങ്ങളും കണ്ടോ ഞാൻ ഇതിങ്ങനെ ചാരിരുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞൊരു പ്രത്യേക സംഭവം. ഇതിൻ്റെ ശരിക്കുള്ള ഞാൻ മറ്റേ ചെരുവയിലെ തിരുമ്മിയിട്ടുള്ളായിരുന്നു. അമ്മയായിരുന്നു ഇവിടെ കൂടുതലും തിരുമുന്നതും ജോലി ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ മെക്കാനിക്സ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ പഠിച്ചു. അപ്പം ഇതിങ്ങനെ ചാരിരുന്നാലേ നമുക്ക് തിരുമാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നൈറ്റ് ഇട്ടാൽ നമുക്ക് അടുക്കള നിന്ന് ജോലി എന്നുള്ളൊരു ത്വര വരുത്തോള അല്ലേ ആദിരാജൻ? ചോദിക്കാച്ചേ ഇത് ഇങ്ങനെ ഒത്തിരി അങ്ങനെ അറിയണ്ട. പിന്നെ 4 5 കട്ടി അങ്ങനെ. പണ്ട് എൻ്റെ അമ്മൂമ്മ പറയായിരുന്നു സൈഡിൽ നിന്ന് തിരുമിയേ നടുക്ക് വരാവുന്നു. ഞാൻ ഇപ്പോഴും ആ ഒരു അതേ പാതയിലാണ് മുന്നോട്ട് വന്നത്. ചേച്ചി അങ്ങനെയാണ് തിരുവന്നത്. അങ്ങനെ തീരുമാനം. അതിൻ്റെ എന്താ അമ്മേ അതെന്താ അങ്ങനെ പറയുന്നത്? ശരിക്കും അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇതിന് സൗണ്ട് ചെയ്തതുണ്ടോ? എനിക്ക് ഈ ചെരുവയുടെ മെക്കാനിക്സ് എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. ഈ അരിയിൽ ശരിയായിട്ടില്ല. ജ്യോതിയമ്മ അരിഞ്ഞത് ഞാൻ നല്ല ഭംഗിയായിട്ട് വട്ടത്തിൽ മോതിരം മറ്റിങ്ങനെ അതുപോലെ അരിയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാ. പക്ഷെ എൻ്റെ അമ്മ അത് രാവിലെ അത് വെട്ടിയപ്പോഴേ കീറിയായിരുന്നു. പിന്നെ ഞാനും ആ പ്രൊസീജിയർ തന്നെ മുന്നോട്ട് ഞാനും അത് തന്നെ ചെയ്യുമായിരുന്നു. ഞാനും അതുകൊണ്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പം നമ്മളത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് മൊത്തം നമുക്ക് വേണം, നമ്മൾ മൊത്തം ഇടും. അമ്മയ്ക്ക് വേറെ ചതച്ചോളും. ഇങ്ങനെ ചിരിക്കുന്നു. എന്തുവായി തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവര് കഴിച്ചോളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം നമുക്കിത് ഇതും ഇടാം. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടതിന് ശേഷം ഇതെന്തായിരുന്നു കൊച്ചുള്ളി, തക്കാളി. ഇതിനൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇതരിഞ്ഞത് ആതിരാജയാണ്. പച്ചമുളക് ഞാനൊരു 4 എടുത്തു. കാര്യം ഇവിടെ എരിവ് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ പൊതുവെ 4 എടുത്തു. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം മതി. എന്ന് പറയുമ്പോൾ ഇത്ര വേണം, ഇത്ര മതി എന്ന് തോന്നുന്നു. ഇനി എന്തായിട്ട് ഇങ്ങനെ ഈ റെസിപ്പി കുളമായി കഴിഞ്ഞാൽ അത് എൻ്റെ ഇതല്ല, ഷമ്മീസ് കിച്ചണിൽ നിന്ന് ഞാനത് നോക്കി ചെയ്തത്. ഷമ്മീസ് കിച്ചണിൽ പോയിട്ട് നിങ്ങൾ പറയണം. അത് കുളമായെങ്കിൽ അതെൻ്റെ ഇതെല്ലാം നല്ലതാണെങ്കിൽ അതെൻ്റെ കൈപ്പുണ്യം. കുളമായി കഴിഞ്ഞത് ഷമ്മീസ് കിച്ചൺ. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ ഇടണമെന്ന് എന്നോട് ഷമ്മി ചേച്ചി വന്നിട്ട്. ആ ചേച്ചിയുടെ പേരെന്താ? ഷമ്മീസ് കിച്ചൺ. അപ്പം ഷമ്മി എന്നായിരിക്കും പേര്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ ഇടണമെന്ന് പറഞ്ഞു.
ഞാൻ എൻ്റെ ഒരു ഊഹം അനുസരിച്ച് അങ്ങ് ഇടുവാണ്. കൂടാൻ കുറേ ഇച്ചിരി കൂടെ ഇടാം. തേങ്ങയും കൂടി ഇടുമ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇടാം. ഇനി നമുക്ക് അടച്ച് വെക്കണം. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഇടാനുണ്ട്. നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കറിവേപ്പില. ഇവിടെ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് അടച്ച് വെക്കാം. ജ്യോതി, അമ്മേ ഫ്ലെയിം എത്ര വെക്കണം അമ്മേ? കൊച്ചുള്ളി നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇവിടെ കൊച്ചുള്ളി പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ടേസ്റ്റ് കൂടുന്നതിന് കൊച്ചുള്ളി നല്ലതാണെന്ന് തോന്നുന്നു. ആദ്യത്തെ ബാക്കി ഒരു എക്സ്പ്രഷൻ ഇടുക. നമ്മൾ പച്ചമുളക് എടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പച്ചമുളക് നമ്മൾ കഴുകണം, കഴുകിയിട്ട് ഉപയോഗിക്കാവൂ. ഇന്ന് എരിഞ്ഞ് ചാകുമല്ല. നാളെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്ന കൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല സുഖമായിരിക്കും. എരിഞ്ഞ് പുളകം കൊല്ലും. കാന്താരി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലായിരുന്നു തോന്നല്ലേ. ബാക്കി ചതഞ്ഞോളൂ. നമുക്ക് പൊടികൾ ഇടാം. കൊച്ച് എന്താ മിക്സിയുടെ ജാറ്. ഈ മിക്സിക്കകത്ത് ഈ തേങ്ങ ഇത്രയും തികയത്തില്ലല്ലോ. തികയും. നമ്മളെല്ലാം ഫസ്റ്റേ പറയരുത്, അങ്ങോട്ട് തിരിയണം. ഇങ്ങനെ അമ്മ അടിച്ചിട്ടങ്ങ് പോവാന്നെങ്കി പറഞ്ഞിട്ടങ്ങ് പോവാ. അടിച്ചോ നീ, എന്റെ കൈപ്പൊണ്യം വരുത്തുള്ളൂ. നല്ലതാണെങ്കിൽ. കൊള്ളാത്തതാണെങ്കിൽ നിങ്ങളുടെ ഒക്കെ. ഇനി ഞാൻ പൊടി ഇടട്ടെ. എന്നിട്ട് ആടി കയറി വരുവാ പറയുന്നതിന് മുന്നേ. എന്നിട്ട് എന്റെ ക്രെഡിറ്റ് എടുക്കാൻ. അത് അടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പൊടി ഇട്ടാ മതി. പൊടി അങ്ങനൊന്നും അല്ല ഷമ്മീസ് കിച്ചൺ എന്നോട് പറഞ്ഞേക്കാം. ഇത് 1 ടീസ്പൂൺ. വാ തുറന്ന് വെച്ചിട്ട് പൊടി ഇടരുത്, അപ്പൊ നമ്മൾ ചുമയ്ക്കും. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ഇതെന്തായിരുന്നു, പെരിഞ്ജീരകം 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകണം അല്ലേ? അതെ ചേച്ചി, ഞാൻ കറിയത്തില്ലായിരുന്നു. ഈ മഞ്ഞപ്പൊടി നമുക്ക് 1/2 ടീസ്പൂൺ മതി, കുറച്ച് മതി. ഇവിടെ പൊതുവെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ കുരുമുളക് പൊടി, അത് നമുക്ക് എരിവിനനുസരിച്ച് ഇടാം, പക്ഷെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. നമുക്ക് അരയ്ക്കാൻ വേണ്ടി നമ്മുടെ സീനിയർ പാർട്ണറിനെ വിളിക്കാം, സീനിയർ കുക്കിനെ വിളിക്കാം. ഓക്കെ, മര്യാദക്ക് വെക്കണം. ഭീഷണിപ്പെടുത്താണ് ഈ സീനിയർ കുക്ക്, ശരിയല്ല. അതുകൊണ്ടാണ് ആരും ഇവിടെ കയറാത്തത്. ഇത് നമുക്ക് ആരൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ട് വെള്ളം ഇച്ചിരി കൂടി പോകാൻ എനിക്ക് തോന്നുന്നുണ്ട്. അത് പറ്റിക്കോളാൻ അമ്മ പറയുന്നത്. പക്ഷെ ഇത് വേവണ്ടേ? അടച്ചു വെക്കാനോ? മമ്മ തിങ്സ് നമ്മളൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കരുത്. അപ്പൊ എല്ലായിടത്തും പഠിച്ചിടണം. ഇതാണ് ഞങ്ങൾ ഇവിടാണ് ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് കണവ ആരുണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടം? അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇന്നത് മാറും. ഇന്നിനി പറയും എന്റെ നീതുമോൾ ഉണ്ടാക്കി തരണം എന്നിനി എല്ലായിടവും ചെന്ന് പറയണം കേട്ടോ. നീതുമോളെന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കുന്നത് ആരാന്ന്? ആരാ അത്? അതെ, ജ്യോതിക ചേരനാണ് നീതുമോൾ. നീതുമോൾ നമ്മൾ എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. അപ്പൊ നമുക്കിത് തേങ്ങ ഇടാം. വെള്ളമൊക്കെ കാണും, അതിനകത്തൊന്നും വെള്ളം ഇറങ്ങിയതാ. നമ്മളിനിയും വെക്കും മൂടി തന്നെ, അപ്പം അത് വെള്ളം ഇറങ്ങിക്കോളും. നമുക്ക് ഒത്തിരി ഡ്രൈ ആക്കണമെന്നാണ് ഷമ്മി ചേച്ചി പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല. അടച്ച് വെച്ച് 10 മിനിറ്റ് വരെ വേവിക്കാം.
അപ്പോഴത്തേക്ക് നമുക്ക് താളിക്കാൻ മറ്റേ കടുക് വറ അതിനുള്ള സാധനം റെഡിയാക്കാം. നമുക്ക് കറിവേപ്പില കിട്ടി ഗൈസ്. അത് എവിടെ നിന്ന് എന്താണെന്ന് നിങ്ങൾ അറിയണ്ട, പക്ഷെ കറിവേപ്പില കിട്ടി. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. ഈ കമ്പും പൊടിച്ചതിനകത്തിട്ടണം. ഈ കുക്ക് ശരിയല്ല, ഈ തള്ളയാവാനല്ല ചെയ്യുന്നത്, ഞാനല്ല. പക്ഷെ കൈപ്പുണ്യം എന്റെ അതാ. ഉപ്പുണ്ടോ നോക്കിയോ? പറ്റിച്ചതിന്റെ ടേസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോ കടുക് വറക്കുമ്പോ ശരിയാകുമായിരിക്കും. അങ്ങനെ ജ്യോതിമാത വന്ന കടുക് വറക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്തു. നമ്മുടെ കണവ ഇങ്ങനെ ആയിട്ടുണ്ട്. സീനിയർ കുക്കിന് അങ്ങ് ഭയങ്കര അഹങ്കാരം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നെയിൽ പോളിഷ് ഇടാൻ പോകും, ഓരോ പണിക്ക് പോകും. രണ്ട് പാവം പിടിച്ച പിള്ളേർ ഇവിടെ കിടന്ന് എന്തോ ചെയ്യുന്നതെന്ന് പോലും അറിയാതിരിക്കുക. അടുക്കളയിൽ കേറാത്തത് ഇത് കുഴപ്പമാണ്. പൊടി അങ്ങനെ നീ എന്താ അങ്ങനെയല്ല എന്നെ വളർത്തിയേക്കുന്നത്. പൊട്ടുമ്പോൾ ജാഗ്രത. എന്റെ അടിയെന്ന് കൈ ഇടുന്നു. പറ്റിയില്ല. വറ്റൽമുളക് വേണ്ടതാ, വറ്റൽമുളക് ഇടില്ല. വറ്റൽമുളകിനെതിരാണ്. അതെ, അതുകൊണ്ട് ഇന്നിപ്പോൾ ഇച്ചിരി കൂടെ ഭംഗി കിട്ടിയേനെ. പിന്നെ കടുക് വറ കഴിഞ്ഞിരിക്കുന്നു. നോക്കാം. കാലി വീണമ്മേ. ഞാനൊരു ഭയങ്കര ഷെഫാണ്. എനിക്കൊന്നും അറിയത്തില്ല എന്നെ പറ്റി. ഞാനൊരു സകലകല വല്ലഭിയ. ഡാൻസ് കളിക്കണോ? ഡാൻസ് കളിക്കാം. മോണാക്ട് ചെയ്യാം. എന്താ എനിക്ക് വേണ്ട, അതൊക്കെ റെഡിയാ. അങ്ങനെ നമ്മൾ വിളമ്പിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തർ എക്സ്പ്രഷൻ നമുക്ക് കഴിക്കുമ്പോൾ എടുക്കാം ഗൈസ്. എങ്ങനെയുണ്ട്? ആ നല്ല അടിപൊളി. സത്യസന്ധമായി കൂണൊക്കെ തിന്നുന്ന കൂണില്ലേ മോനെ, സത്യമായിട്ടും കാര്യമായിട്ട് പറഞ്ഞ കൂണല്ല, കൂന്തല്ല. അത് കണവ. കണവയാണ്, പക്ഷെ സത്യം പറ. നല്ല രുചി. ശരി, ഇങ്ങനെ ഉണ്ടാകത്തേ. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ വയ്യ. കൊള്ളാം.